ഇന്ന് ഒരു ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു 350 ഗ്രാം ബീട്രൂട്ട് നല്ലവണ്ണം തോടൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചമുളകും. അതിന് എണ്ണമൊന്നുമില്ല, നിങ്ങൾ എത്രയാണോ ബീട്രൂട്ട് എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഈ സാധനങ്ങളും എടുക്കാം. ഇനി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാനോ ചട്ടിയോ എന്താണെന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഒന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇച്ചിരി കടുകൊന്ന് ഇടുക. ആ കടുകൊന്ന് പൊട്ടി വരുന്ന സമയം കുറച്ച് ഉലുവയും കൂടെ ഇടാം. ഇതൊന്ന് പൊട്ടി വരട്ടെ. കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതും ഒന്ന് പൊട്ടി വരട്ടെ. ബീട്രൂട്ട് അച്ചാർ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ്. നിങ്ങൾ വിചാരിക്കും ബീട്രൂട്ട് ഇതത്ര ടേസ്റ്റ് ഉള്ളത്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഈ ബീട്രൂട്ട് കച്ചടിക്കുള്ളത്. ഇനി അടുത്ത് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇടാം കേട്ടോ. സാധാരണ നമ്മൾ അച്ചാറിന് ഇടുന്നതിനെക്കാട്ടി കൂടുതൽ കറിവേപ്പില ഇടാം. ഇതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കേണ്ടത് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇതിൻ്റെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അത് കഴിഞ്ഞ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വാടി വരട്ടെ. ആ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം. ഇതാണ്ടോ, ഇച്ചിരി ഒന്ന് നിറം മാറുന്നത് വരെ, അല്ലെങ്കിൽ പച്ചമുളക് വെന്ത് ചേർന്ന് പോകും. അതുകൊണ്ടാണ് ഇതൊന്ന് ആദ്യം ഒന്ന് ചെറിയൊരു കളർ മാറ്റം വന്നിട്ട് പച്ചമുളകും കൂടെ ഇതായിട്ടിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇച്ചിരി ഉപ്പും കൂടെ ഇതിനിട്ട് കൊടുക്കാം. നമുക്ക് ഈ അച്ചാർ കൂട്ടുമ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എന്തിൻ്റെ ആണെന്ന് പോലും നമുക്കറിയത്തില്ല, അത്ര ടേസ്റ്റുള്ള ഒരു അച്ചാറായിട്ട് മാറും. സാധാരണ ബീട്രൂട്ട് നമ്മൾ തോരൻ അങ്ങനെ ആരും അത്ര പ്രത്യേകത കൊടുത്തിട്ടില്ല, പക്ഷേ അച്ചാറുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയം സൈഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ എണ്ണയിലോട്ട് ഇച്ചിരി 1.5 സ്പൂൺ മുളക് പൊടിയും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം കായവും കൂടെ ചേർക്കുക. ഒരുപാട് കായവും ചേർക്കേണ്ട. ഇത് നല്ല LGയുടെ കായം ആയതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ അതിടാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് ഇതിലെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയായി വരട്ടെ. ഇതാ ഏകദേശം ഇതെല്ലാം റെഡിയായി. ഒരുപാട് വെളുത്തുള്ളി ഒരുപാട് വെന്ത് അങ്ങ് പോകേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലോട്ടൊന്ന് തട്ടാം. അതാണ്ടോ ഈ ഷേപ്പിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ മാങ്ങയൊക്കെ അരിയുന്നത് പോലെ, അതാണ് ടേസ്റ്റ് കേട്ടോ. നീളത്തിൽ വേണമെങ്കിലും അരിയാം, പക്ഷേ ഇങ്ങനെ അരിയുന്നതാണ് കാണാനും ഒരു ഭംഗി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഇനി അടുത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2 സ്പൂൺ വിനാഗിരി ഒന്ന് ചേർക്കണം ഇതിൻ്റെ കൂടെ. ഇതെല്ലാം ഇട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 സ്പൂൺ നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതനുസരിച്ച് വിനാഗിരി ചേർക്കാം. വിനാഗിരി കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു പുളിപ്പ്. ഇതിന് പകരം വേണമെങ്കിൽ നമ്മുടെ പുളി വേണമെങ്കിലും പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ല ഗ്രേവി ആയിട്ട് കിട്ടും, നല്ല കൊഴുത്ത ഗ്രേവി കിട്ടും. ഇതും കുഴപ്പമില്ല, ഞാൻ വിനാഗിരിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി ഒന്ന് അടച്ചിടാം. അതൊന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. 2-3 മിനിറ്റ് വേണം കേട്ടോ ഇത് വേവാനായിട്ട്. പെട്ടെന്ന് ബീട്രൂട്ട് അറിയാമല്ലോ, ഇച്ചിരി വേവ് കൂടുതലുള്ള സാധനമാണ്. മാങ്ങ പോലെയൊന്നും അല്ല, നമുക്ക് ഇച്ചിരി സമയം എടുക്കണം ഇത് വേവിക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് വല്ലപ്പോഴും ഒരിക്കൽ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ഒന്നുകൂടെ അടച്ചിടാം. ഒരു 2 മിനിറ്റും കൂടെ കിടന്നോട്ടെ. ഇനി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട അതിൻ്റെ വെള്ളമെല്ലാം വറ്റി ശരിക്കും നല്ല അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. ബിരിയാണിയുടെ കൂടെ കഴിക്കാനാണ് ഇത് ഭയങ്കര ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരല്പം ശർക്കര വേണമെങ്കിൽ അവസാനം ചേർക്കാം. ഒരു മധുരം എന്തായാലും ഇതിനൊരു ചെറിയ മധുരം കാണും. പക്ഷേ ബിരിയാണിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അച്ചാർ നമുക്ക് ആവശ്യമുണ്ടല്ലോ. ഒരല്പം ശർക്കര കൂടെ വേണമെങ്കിലും ചേർക്കാം. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. ഇത് ചോറിനും ബാക്കി എന്ത് സാധനത്തിന് വേണോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ബീട്രൂട്ട് അച്ചാർ കഴിക്കാം. കുട്ടികൾക്ക് ഇഷ്ടമാകും കേട്ടോ. ഇത് അച്ചാറായിട്ട് വയ്ക്കുമ്പോൾ കുട്ടികളെല്ലാം കഴിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു അച്ചാറൊന്ന് റെഡിയാക്കുക. ഓക്കെ, ബൈ.